സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി 24-നൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് ഈ കലോത്സവത്തിന് ഒരുപാട് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെ ഒരുങ്ങുന്നു എന്നറിയണ്ടേ? ദേ അവർ ഒരുങ്ങിക്കഴിഞ്ഞു. SKN 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അത് ഏതാണ്ട് 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം 24-ൻ്റെ പ്രത്യേക ഷോയിൽ വിദ്യാഭ്യാസ മന്ത്രി ചേരുന്നുണ്ടൊപ്പം കുട്ടികളുമുണ്ട് എന്നുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്കൊരു കേക്ക്, അതൊരു ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്കൊരു കേക്ക് നൽകുകയാണ്. ഇനിയിപ്പോൾ ഈ വിശേഷങ്ങൾ നമ്മൾ കുട്ടികളോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയുമായി പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസം മാത്രമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരുമാണ്. മിനിസ്റ്റർ, ഇപ്പം ഈ ഏതാണ്ട് പടിവാതിക്കലെത്തി, എന്തായി കാര്യങ്ങൾ? ഈ കുട്ടികളെ കാണുമ്പോൾ മിനിസ്റ്റർക്ക് എന്താ തോന്നിയ കാര്യം? മിനിസ്റ്റർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആദ്യം ഇവരുടെ ഡാൻസാണ് കണ്ടായി. നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. വയനാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ അജണ്ടയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ട് ക്യാബിനറ്റ് യോഗത്തിൽ പോകുന്നതിന് മുമ്പ് ഭക്ഷണപ്പുരം ഒന്ന് വിസിറ്റ് ചെയ്യണം. അതെ, നമ്മുടെ ഊട്ടുപുരയിലേക്ക് പുത്തരിക്കണ്ടത്തേക്കല്ലേ? പുത്തരിക്കണ്ടയിലേക്ക് ഒന്ന് പോകണം. എന്തായാലും ഒരുക്കങ്ങളൊക്കെ കാര്യം നമ്മൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാന വേദി വലിയ കടമ്പകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് വീണ്ടും ഒരു യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്കിന് ഓൾറെഡി തിരക്കുള്ളൊരു നഗരമാണ്. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പോൾ എറണാകുളം അതിനേക്കാൾ തിരക്കുള്ള നഗരമായിരുന്നല്ലോ. അവിടെ നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചല്ലോ, ഒരു പ്രശ്നമില്ലാതെ തീർന്നല്ലോ. ഇന്നലെ ഞാൻ ഉന്നത പോലീസ് ഓഫീസർമാരുടെയും ട്രാഫിക് സംവിധാനത്തിൻ്റെയൊക്കെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. എല്ലാവരും കൂടെ സഹകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെയിൻ വെന്യൂ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. അതിന് MD നിള എന്നുള്ള പേരാണ് മാറ്റി കൊടുത്തിരിക്കുന്നത്. ഭാരതപ്പുഴ എന്നായിരുന്നു നേരത്തെ ഇട്ടിരുന്ന പേര്. ഭക്ഷണപ്പുര എന്ന് പറയുന്നത് എല്ലാവർക്കും 4000 പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന പുത്തരിക്കണ്ട മൈതാനിയിലാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഏതാണ്ട് 19 കമ്മിറ്റികൾ വർക്ക് ചെയ്യുന്നുണ്ട്. 25 വേദികളുടെ തയ്യാറെടുപ്പിലാണ്. എല്ലാ കാര്യങ്ങളും നല്ല പുരോഗതിയിലാണ്. ഒരു കുഴപ്പവുമില്ലാതെ കുറ്റമറ്റതായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് ഈ ഗോത്രകലകളൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇപ്രാവശ്യത്തെ കലോത്സവത്തിനുണ്ട് മിനിസ്റ്ററെ. അതെ, ഗോത്ര കലകൾ ഉണ്ട്. അത് ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഏതായാലും കുട്ടികളോട് ചോദിക്കാം. നിങ്ങൾക്ക് നമ്മുടെ മന്ത്രിയോട് എന്താ ചോദിക്കാനുള്ളത്? കളിക്കുന്ന കുട്ടികളാണോ? ജില്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തോ? സമ്മാനം കിട്ടിയോ? കുഴപ്പമില്ല, അടുത്ത വർഷം നമുക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ള കാരണം നിങ്ങൾ ഒരു പക്ഷേ ഇവരുടെ തലമുറ മിനിസ്റ്റർ ആദ്യത്തെ ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവലാണ്. മോളെ അതെല്ലാം എല്ലാ സംവിധാനമായി കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജഡ്ജസ് ആയി കഴിഞ്ഞു, അതിന് മത്സരവേദികളായി കഴിഞ്ഞു, പ്രധാനപ്പെട്ട മത്സരവേദി ആയി കഴിഞ്ഞു. കുട്ടികൾ നിങ്ങൾ തന്നെ ശേഖരിച്ചിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസും മറ്റ് പലവ്യഞ്ജനങ്ങളും ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അധ്യാപകരുടെ ട്രെയിനിങ് നടക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് മാനേജേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്നു. വിദ്യാർത്ഥികളുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. 1500ഓളം വരുന്ന വിദ്യാർത്ഥി വളണ്ടിയേഴ്സ് ഉണ്ട്. NCC, NSS, ആ നിലയിലുള്ള ആൾക്കാരുടെ ആ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. എല്ലാം കൊണ്ടും മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും, മനുഷ്യസാധ്യത്തിന് അപ്പുറമായി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ്. പിന്നെ
അപ്പോഴുണ്ടാകുന്ന പ്രശ്നം നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പരിപാടിയാണല്ലോ. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം നമ്മൾ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് പോവുക. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല കാര്യം നടക്കുന്നത്. വലിയൊരു കൂട്ടായ്മയാണ്. 19 കമ്മിറ്റികൾ അശ്രാന്തം രാത്രിയും പകലുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിത് ആരോഗ്യകരമായ മത്സരങ്ങളാണ് നടക്കേണ്ടത്, തികച്ചും ആരോഗ്യകരമായിട്ടുള്ളതാണ്. ഇപ്പോൾ മക്കൾ പറഞ്ഞല്ലോ, സെക്കൻഡാണ് കിട്ടിയത്, ബി ആണ് കിട്ടിയത്, സന്തോഷത്തിലാണ്. എ ഗ്രേഡ് ഉണ്ടായിരുന്നു, പക്ഷേ സംസ്ഥാനത്തേക്ക് സെലക്ഷൻ കിട്ടിയില്ല, അപ്പീലിൽ കിട്ടി. അങ്ങനെ നിയമപരമായുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഉദാഹരണം ഇപ്പം പിന്നെ ജില്ലയിൽ അപ്പീലുണ്ട്, നിങ്ങൾക്ക് കിട്ടി. സംസ്ഥാന മത്സരത്തിൽ സംസ്ഥാന അപ്പീലുണ്ട്, അതിൽ പങ്കെടുക്കാം. ആ അപ്പീലിലും പിന്നെ അസംതൃപ്തി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം. അതെല്ലാം നമ്മളൊരു ആരോഗ്യകരമായ മത്സരങ്ങൾ നടക്കുന്നു. 14,000 വരുന്ന കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്നു. അതിന് ഉതകുന്ന ജഡ്ജിമാരെ ഇരുത്തുന്നു. അപ്പോൾ തനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ ജഡ്ജസ് മോശമാണ് എന്നുള്ള നിലയിൽ പിന്നെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് റോഡിലിറങ്ങി കളിക്കുക, അത് നമുക്ക് നമ്മളെ മേളയെ തന്നെ അലങ്കോലപ്പെടുത്തുക, അതൊന്നും പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് മാനുവൽ പ്രകാരം തന്നെ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഇനി ആർക്കാ ചോദിക്കാനുള്ളത് ഈ കൂട്ടത്തിൽ? എന്താ ചോദിക്കാനുള്ളത്? സാറിന് നമ്മളോട് ഈ കലേന അല്ലെങ്കിൽ കലോത്സവത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് ഞാൻ കലോത്സവത്തെ പറ്റി പറഞ്ഞത്. അതല്ല, ഈ കലേനെ പറ്റിയിട്ട് എന്തെങ്കിലും? കലയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എനിക്കിതെല്ലാം ഇഷ്ടമാണ്. ഞാനിതൊന്നും ഡാൻസ് കളിക്കില്ല, പാട്ട് പാടില്ല, പിന്നെ ഒക്കെ ആണെങ്കിൽ പോലും എനിക്കിതെല്ലാം ഞാൻ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്, പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ഡാൻസ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമാണ്. ഇനി ഈ കലോത്സവമൊക്കെ നടന്നപ്പം ചില സ്ഥലത്തൊക്കെ വിധി നിർണയത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ വർഷം മാത്രമല്ല, മുന്നത്തെ വർഷങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ജഡ്ജസിന് പകരം AI ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ എല്ലാം ഇപ്പോൾ AI, മൊത്തം കാര്യങ്ങൾ AI. അതിപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ആലോചിക്കാൻ പറ്റില്ല, അടുത്ത വർഷം അതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തെ ഏത് ജഡ്ജസിനെ കൊണ്ടിരുത്തിയാലും ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പരാതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പഴയതുപോലെ അല്ല, ജഡ്ജസിനെ കൊണ്ടിരുത്തിയ ശേഷം അവരുടെ ക്വാളിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യാൻ. അപ്പം നമുക്കറിയാം അവർ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ള വിവരം. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിക്ക് കിട്ടിയില്ല, അല്ല എൻ്റെ മോൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം മോശമാണെന്നുള്ള നിലയിൽ വരുത്തി തീർക്കുന്നത് അത് ആരോഗ്യകരമല്ല, അത് കലയ്ക്കും നല്ലതല്ല. ക്രിയാത്മകമായും ആരോഗ്യകരമായ മത്സരത്തിന് നമ്മൾ തയ്യാറാവണം. മിനിസ്റ്റർ, ഇനി എൻ്റെ ഒരു ചോദ്യം, അവസാനത്തെ ഒരു ചോദ്യം മിനിസ്റ്റർ കണ്ടാൽ മതി. നമ്മൾ ഈ സാധാരണ നമ്മളെല്ലായിടത്തും എല്ലാ ജില്ലകളിലും പോകുമ്പോഴത്തേക്കിന് ഈ ഭക്ഷണശാലകൾ വെറൈറ്റി ഒക്കെ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മളൊരു വോക്സ് പോപ്പ്, അത് ഈ ജനങ്ങളുടെ ഒരു പ്രതികരണം എടുത്തപ്പം കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിൽ ബോളി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വന്നു. കാരണം നമ്മൾ ഈ തിരുവനന്തപുരത്തുകാർക്ക് ബോളി ഒരു വലിയ വികാരമാണല്ലോ. അങ്ങനെ വല്ല ആലോചനയുണ്ടോ? നമുക്ക് സാധ്യമായിട്ടുള്ള ഇപ്പം 4, 5, 6, 7, 8 5 ദിവസം ഉണ്ടല്ലോ. 5 ദിവസം കൊണ്ട് പിന്നെ വെജിറ്റേറിയൻ ഇനത്തിൽ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ വിഭവങ്ങളും കുട്ടികൾക്ക് വിളമ്പി കൊടുക്കാം. വളരെ നന്ദി മിനിസ്റ്റർ. ഏതായാലും മിനിസ്റ്റർ ഇപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് നേരം ചെലവഴിച്ചതിന് വലിയ നന്ദി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ മുഴുവൻ ഓളങ്ങളിലും തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ കലകളുടെ നഗരത്തിൽ അരങ്ങേറുകയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. എല്ലാം കൃത്യം, എല്ലാ ഒരുക്കങ്ങളും അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മളോടൊപ്പം പ്രതികരിച്ചത്. കുട്ടികൾ അവരുടെ സംശയങ്ങൾ അത് വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു. SKN. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ താങ്ക് യു ഷെബീദ് റാവുത്തർ. സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് ഈ 4-ാം തീയതി ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണിത്. ഈ കലോത്സവത്തിൻ്റെ കൊടി കയറുമ്പോൾ ഇത്രായിരം കുട്ടികൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന ഏതെങ്കിലും കലോത്സവം ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്ര കൂടുതൽ വലിയ കലോത്സവമാണ് അരങ്ങേറാൻ പോകുന്നത്. ഈ കലോത്സവം പ്രേക്ഷകരിലെത്തിക്കാൻ അതിവിപുലമായ ഏർപ്പാട് ഇത്തവണയും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സാങ്കേതിക സാധ്യതകൾ, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള ടെക്നോളജിക്കൽ സാധ്യതകൾ നമ്മൾ ഇത്തവണയും ഉപയോഗിക്കും.